അതോടൊപ്പം തന്നെ ഈ ഒരു ചർച്ചയെ അത് ലോകം ഉറ്റുനോക്കിയതിന്റെ പല കാരണങ്ങളാണ്. അതിൽ ഏറ്റവും പ്രധാനം ലോകത്തെ തന്നെ രണ്ട് കരുത്തരായ നേതാക്കൾ, അതായത് മോസ്റ്റ് സോട്ട് ആഫ്റ്റർ ലീഡേഴ്സ് എന്ന് വിശേഷിപ്പിക്കാവുന്ന രണ്ടുപേർ, വാർത്തകളിൽ നിരന്തരം നിറയുന്ന രണ്ട് നേതാക്കൾ, അവർ തമ്മിലുള്ള ഒരു കൂടിക്കാഴ്ച അതിനെ അത്രയും ഗൗരവത്തോടു കൂടി തന്നെയാണ് കണ്ടത്. അതുമാത്രമല്ല, ഇന്ന് ഏതെങ്കിലും തരത്തിലൊരു കരാറിൽ അത് ഇരു നേതാക്കളും തമ്മിൽ അതിൽ ഒപ്പുവെച്ചാൽ തീർച്ചയായിട്ടും അതൊരു വലിയ നേട്ടമായി തന്നെ ട്രംപിന് കാണാൻ കഴിയുമായിരുന്നു. ട്രംപ് നമ്മൾ കണ്ടതാണ്, ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിലൊക്കെ തന്നെ പറഞ്ഞ ചില കാര്യങ്ങൾ. ഇപ്പോൾ ഇസ്രായേലിൻ്റെ കാര്യത്തിലാണെങ്കിലും ഗസയിൽ നടക്കുന്ന പ്രശ്നങ്ങളിൽ ഇടപെടുന്നു. അങ്ങനെ ആ ഒരു തരത്തിൽ ഒരു വലിയ ക്രെഡിറ്റ്, ഒരു നേട്ടമായി തന്നെ ട്രംപിന് അത് അവകാശപ്പെടാൻ കഴിഞ്ഞേനെ. പക്ഷെ അതുണ്ടായില്ല എന്നുള്ളത് ഒരു വശത്ത് നിൽക്കുമ്പോഴും, അത് മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, സെലൻസ്കി ഇല്ലാതെ എന്ത് ചർച്ച, സെലൻസ്കി ഇല്ലാതെ എന്ത് തീരുമാനം എന്നുള്ളൊരു ചോദ്യം പല മാധ്യമങ്ങളും നമ്മൾ ഉൾപ്പെടെ ആ ഒരു സംശയം അതങ്ങനെ നിൽക്കുന്നുണ്ട്. ലോകരാജ്യങ്ങൾക്ക് ഉള്ളിലൊക്കെ തന്നെ ഈ ഒരു സംശയം നിൽക്കുന്നില്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഇതിൽ ചർച്ചകൾക്ക് ധാരണയായാൽ തന്നെ അത് എത്രത്തോളം യുക്രൈന് നേട്ടമാകും അല്ലെങ്കിൽ യുക്രൈന് പ്രയോജനപ്രദമാകും എന്നുള്ളൊരു ചോദ്യവും അവിടെ നിൽക്കുന്നുണ്ട്. നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ സെലൻസ്കിയെ ഒരു ബൈഡന്റെ പപ്പറ്റ് എന്നുള്ള രീതിയിലാണ് ഈ രണ്ടുപേരും മുമ്പ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. നമുക്ക് ഈ രണ്ട് നേതാക്കളുടെയും ശരീരഭാഷയും അവരുടെ പ്രകൃതവും അവരുടെ മാനറിസവും ഒക്കെ കാണുമ്പോൾ തന്നെ അറിയാം, അവര് സെലൻസ്കിക്ക് ഒരു പ്രാധാന്യവും തുടക്കം മുതലേ കൊടുക്കുന്നില്ല. പുടിൻ തന്നെ പറഞ്ഞത് സെലൻസ്കി ഉണ്ടെങ്കിൽ ചർച്ചയില്ലെന്നാണ്. അത് അടിസ്ഥാന കാരണങ്ങളൊക്കെ പരിഹരിച്ചിട്ട് വന്നാൽ മതി. പക്ഷെ അടിസ്ഥാന കാര്യങ്ങളൊക്കെ പരിഹരിക്കുവാൻ സെലൻസ്കിക്ക് ഈ കുറഞ്ഞ മണിക്കൂറുകൾക്കുള്ളിൽ സാധ്യമാകില്ലെന്നും പുടിൻ പറഞ്ഞു. പുടിന്റെ കനത്ത എതിർപ്പുണ്ടായിരുന്നു ആദ്യ ചർച്ചയ്ക്ക് സെലൻസ്കി പാടില്ല എന്നുള്ളത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ദശാബ്ദങ്ങളായിട്ടുള്ള സൗഹൃദമാണ് ഈ രണ്ട് പേരും തമ്മിലുള്ളത്. വ്ളാദിമിർ പുടിനും അതുപോലെ തന്നെ ഡൊണാൾഡ് ട്രംപും തമ്മിൽ ഇതിനു മുമ്പ് അവർ 7 പ്രാവശ്യം ഇരുന്ന് പല കാര്യങ്ങളും ചർച്ച ചെയ്തിട്ടുണ്ട്. രാഷ്ട്രീയത്തിലേക്ക് വരും മുമ്പ് തന്നെ പുടിനുമായിട്ട് നല്ലൊരു സൗഹൃദം ഡൊണാൾഡ് ട്രംപിനുണ്ടായിരുന്നു. അത് മാത്രമല്ല, ലോകത്തെ ഏറ്റവും വലിയ ആണവ ശക്തികളുടെ തലവന്മാർ രണ്ടുപേരിരുന്നുള്ള ഒരു കൂടിക്കാഴ്ചയാണ് ഈ സൈനിക കേന്ദ്രത്തിൽ നടന്നത്. ഇതിലെല്ലാം പ്രാധാന്യം മൂന്നാമത്തേതാണ്. ഇവർ രണ്ടുപേരുമാണ് ഇന്ന് ലോകത്ത് അധികാരത്തിലിരിക്കുന്ന ഏറ്റവും വലിയ രണ്ട് ഡീൽ മേക്കേഴ്സ്. നന്നായി വിലപേശാൻ അറിയാവുന്ന, നല്ല കച്ചവട താല്പര്യമുള്ള രണ്ട് രാജ്യത്തലവന്മാർ തമ്മിലിരുന്ന് ചർച്ച ചെയ്യുമ്പോൾ അതിന്റെ ഫലം സെലൻസ്കിക്ക് അല്ലെങ്കിൽ യുക്രൈന് ഏത് രീതിയിൽ ലഭിക്കും എന്നതിനപ്പുറമായിട്ട് ലോകക്രമം തന്നെ മാറ്റിമറിക്കുവാൻ സാധ്യതയുള്ള ചർച്ചകളാണ് ഇന്നിപ്പോൾ ഇവിടെ നടന്നത്. ശരി, മധു കൊട്ടാരക്കര വിശദാംശങ്ങൾ പങ്കുവെക്കുക.